നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പോൾ 7ാം ക്ലാസ്സിനെ നമ്മൾ എടുക്കാം. 7ാം ക്ലാസ്സിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് മുഗൾസിനെ പറ്റിയിട്ടാണ്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 1-2 ചാപ്റ്റേഴ്സ് ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് എടുക്കാം. അപ്പോൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഈ 8ാം ക്ലാസ് എന്ന് പറയുന്നത് അവർ പാസ്റ്റ് 3 എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് കേട്ടോ അവർക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് 1ാമത്തെ ചാപ്റ്ററാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വേണ്ട പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞു പോകും. എന്നാൽ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്രം ട്രേഡ് ടു ടെറിട്ടറി, അതായത് എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ NCERTയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് NCERTയിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ, അതായത് നമുക്ക് ഓരോന്ന് തീർത്ത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വേണ്ട പോയിന്റ്സ് മാത്രം തീർത്ത് പോകാം. അപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. 1ാമത്തെ ചാപ്റ്റർ അത് ഞാൻ പറഞ്ഞു, വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പാഠത്തിൻ്റെ പേര് ഹൗ, വെൻ ആൻഡ് വെയർ. എങ്ങനെയാണ് ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡേറ്റ് ഇട്ടാണ് പറയുന്നത് അല്ലേ, 1947 അല്ലെങ്കിൽ 1991 ഇത്രാം തീയതി. അപ്പം എപ്പോഴും നമ്മൾ ഡേറ്റുകൾ ഇടാറുണ്ട്. അതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് നമുക്ക് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിതൊന്നും ആവശ്യമില്ല. എന്നാൽ ഇവിടെയുള്ള ഒരു പോയിന്റ് പഠിക്കണം. ഇൻ 1817 ജെയിംസ് മില്ല്, ആരാണ് അദ്ദേഹം? ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരുന്നു. ആരാണ്? ജെയിംസ് മില്ല്. നോട്ട് ചെയ്ത് പഠിക്കുക. 1817 ജെയിംസ് മില്ല് ആരായിരുന്നു? അദ്ദേഹം സ്കോട്ടിഷ് ആയിട്ടുള്ള ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആയിരുന്നു, അതുപോലെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറും ആയിരുന്നു. അദ്ദേഹം ഒരു 3 വോളിയമുള്ള, അതായത് 3 വോളിയം ബുക്ക് പുറത്തിറക്കി. അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൻ്റെ പേര് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളതായിരുന്നു. ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളതായിരുന്നു. അദ്ദേഹം 3 വോളിയമായിട്ടാണ് ബുക്ക് ഇറക്കിയെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻ ദിസ് ഹി ഡിവൈഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ടു 3 പീരീഡ്സ്. അപ്പോൾ ഈ ഒരു ബുക്കിനകത്ത് അദ്ദേഹം ഇന്ത്യക്കാരുടെ ഹിസ്റ്ററി, അതിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ 3 പാർട്ടുകൾ അല്ലെങ്കിൽ 3 പീരീഡ്സ് ആയിട്ട് വിഭജിച്ചു. ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. ദിസ് പീരിയോഡൈസേഷൻ കെയിം ടു ബി വൈഡ്ലി ആക്സെപ്റ്റഡ്. ഇത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ. ഈ ഒരു ബുക്ക് വായിച്ചവരെല്ലാം ഇത് പാർഷ്യലി ആണെങ്കിൽ പോലും ആക്സെപ്റ്റ് ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തത് എന്ന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ആദ്യം ഹിന്ദുക്കളുടെ പീരീഡ് ആയിരുന്നു, പിന്നെ മുസ്ലിംസിൻ്റെ പീരീഡ് വന്നു, ലാസ്റ്റാണ് ബ്രിട്ടീഷുകാരുടെ പീരീഡ് വന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഓരോ കൾച്ചറലായിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് നമ്മൾ ആഭിചാരങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ, പലതരത്തിലുള്ള ആചാരങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സമൂഹത്തിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ സിവിലൈസ്ഡ് ആയി എന്ന് പറയാം. അദ്ദേഹം പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് റൂളാണ് കുഡ് സിവിലൈസ് ഇന്ത്യയെ സിവിലൈസേഷനിലേക്ക് നയിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ജസ്റ്റ് അതുമാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ബാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട പോയിന്റ്സ് ഒന്നും ഇവിടെ നിന്ന് ഇല്ല. പിന്നെ എന്താണ് കൊളോണിയൽ എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വേർഷനാണ് നിങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ പഠിക്കാൻ പോകുന്നത് എന്ന് ഈ ഒരു പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നു. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക്, അതായത് ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവം നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം പലതരത്തിലുള്ള റെക്കോർഡ്സ് ഉണ്ട് അല്ലേ. അഡ്മിനിസ്ട്രേഷൻ പ്രൊഡ്യൂസസ് റെക്കോർഡ്സ്. നമുക്ക് പണ്ട് കാലത്ത് ഭരിച്ചു വരുന്നിരുന്ന പല ആൾക്കാരുടെയും റെക്കോർഡ്സ് പരിശോധിച്ചിട്ട് നമുക്ക് അന്നത്തെ ഭരണം എങ്ങനെയായിരുന്നു, ഏതൊക്കെ രീതിയിലായിരുന്നു ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുടെ ചിന്താഗതിയൊക്കെ അതിൽ നിന്നൊക്കെ കുറച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ തന്നെ സർവേ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സർവേകൾ അവർ നടത്തുമായിരുന്നു. അതുപോലെ വേറൊരു പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ് ഡു നോട്ട് ടെൽ. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ പ്രൊഡ്യൂസ് റെക്കോർഡ്സ്. അഡ്മിനിസ്ട്രേഷനിലൂടെ റെക്കോർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരെ പറ്റി പഠിക്കാൻ? പണ്ടത്തെ ഹിസ്റ്ററി പഠിക്കാൻ, ഇന്ത്യയുടെ ഹിസ്റ്ററി പഠിക്കാനായിട്ട്. അതുപോലെ സർവേകൾ, പലതരത്തിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ആയാലും സുവോളജിക്കൽ സർവേ, ബൊട്ടാണിക്കൽ സർവേ, അങ്ങനെ പലതരത്തിലുള്ള സർവേ ഉണ്ട് അല്ലേ. ആന്ത്രപ്പോളജിക്കൽ, ഫോറസ്റ്റ് സർവേ, ഇതൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. ആ പല സർവേയുടെയും റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കും. എന്നാൽ എന്തുകൊണ്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് പറയാത്ത കാര്യങ്ങൾ അത് ഉണ്ട്? എന്താ കാര്യം? ഒഫീഷ്യൽ റെക്കോർഡ്സിനകത്ത് എപ്പോഴും നോട്ട് ചെയ്യുന്നത്
ആ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളാണ് അല്ലേ. സാധാരണ ജനങ്ങൾക്ക് ആ സമയത്ത് എന്താണോ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരിക്കലും ഒഫീഷ്യൽ റെക്കോർഡ്സിനകത്ത് രേഖപ്പെടുത്തത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത്, വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ് ഡു നോട്ട് ടെൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക, ശരിയായിട്ടുള്ള ട്രൂ ഓർ ഫോൾസ് ചോദിച്ചിട്ടുണ്ട്. ജെയിംസ് മിൽ ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻറ്റു 3 periods, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ. തെറ്റാണ് അല്ലേ. എങ്ങനെയാണ് ജെയിംസ് മിൽ ഡിവൈഡ് ചെയ്തത്? ഹിന്ദു മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. വർഷം 1817 അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, 3 വോളിയമുള്ള ഒരു ബുക്ക്, എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ അല്ലേ. അത് ഓർത്ത് വെച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പീപ്പിൾ ഓഫ് ദി കൺട്രി തിങ്ക്. പറ്റുമോ? ഇല്ല. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചിട്ട് എന്താണ് പണ്ട് കാലത്തെ ആൾക്കാർ, അതായത് രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർ എന്താണ് ചിന്തിച്ചതെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. അതുപോലെ ദ ബ്രിട്ടീഷ് തോട്ട് സർവേസ് വെർ ഇമ്പോർട്ടൻറ്റ് ഫോർ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. വളരെ ശരിയാണ്. ബ്രിട്ടീഷുകാരാണ് ഈ സർവേ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടിട്ട് കൂടുതൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നത്. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഒരു 4-5 മിനിറ്റ് പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചേ സാധിക്കത്തുള്ളൂ. നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, ഫ്രം ട്രേഡ് ടു ടെറിട്ടറി, അല്ലെങ്കിൽ കമ്പനി പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബ്രിട്ടീഷുകാരുടെ വരവ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗൾ ഭരണം അവസാനിക്കുകയാണെന്നുള്ള ഒരു അർത്ഥവും കൂടിയുണ്ട് കേട്ടോ. മുഗൾസിൻ്റെ അന്ത്യത്തിനെയാണ് നമ്മൾ ശരിക്കും, അതായത് ശരിക്കും അങ്ങനെയല്ല, ഈ ഔറംഗസേബിന് ശേഷവും ഭരണാധികാരികളുണ്ടായിരുന്നു, എന്നാൽ പവർഫുൾ ആയിട്ടുള്ള മുഗൾ ഭരണാധികാരികൾ ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഔറംഗസേബാണ് ലാസ്റ്റ് പവർഫുൾ മുഗൾ റൂളർ എന്ന് പറയുന്നത്. അവസാനത്തെ മുഗൾ റൂളേഴ്സിൽ ഏറ്റവും പവർഫുൾ എന്ന് പറയാവുന്നത് ഔറംഗസേബാണ്. കാലഘട്ടം അറിയാമല്ലോ, 1707 അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത് അല്ലേ. ഹി എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ എ വെരി ലാർജ് പാർട്ട് ഓഫ് ദി ടെറിട്ടറി ദാറ്റ് ഈസ് നൗ നോൺ ആസ് ഇന്ത്യ. After his death in 1707, many Mughal governors and big Zamindars began asserting their authority and establishing regional kingdoms. As powerful regional kingdoms enlarged in various parts of India, Delhi could no longer function as an effective center. അപ്പം അദ്ദേഹം 1707 മരിച്ചതിന് ശേഷം ഒരുപാട് മുഗൾ ഭരണാധികാരികൾ പിന്നെയും വന്നിട്ടുണ്ട്. ഷാലം പോലെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. എങ്കിലും അവർക്ക് ഇത്രയും പണ്ടുള്ള മുഗൾസിനെ പോലെ നന്നായിട്ട് ഭരിക്കാനൊന്നും ഉള്ള ഒരു കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരുപാട് സുബേദാസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലേ. മുഗൾസിന്റെ ഗവർണേഴ്സിനെയാണ് നമ്മൾ സുബേദാർ എന്നറിയപ്പെട്ടിരുന്നത്. അത് ചോദ്യമാണ്. മുഗൾ ഗവർണർമാരായിട്ടുള്ള സുബേദാസും അതുപോലെ ഒരുപാട് നല്ല നല്ല സമീന്ദാസുമാരുണ്ടായിരുന്നു. ഇവർ ഏൽപ്പിച്ചിരുന്ന, അതായത് ഓരോ ഭൂമി ഏൽപ്പിക്കുമല്ലോ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പതുക്കെ അവരുടെ അതോറിറ്റി അല്ലെങ്കിൽ പല റീജിയണൽ കിങ്ഡംസിൽ, ഒരു പർട്ടിക്കുലർ റീജിയണൽ കിങ്ഡംസിലത്തെ ഇവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി അല്ലേ. As powerful regional kingdoms enlarged in various parts of India, Delhi could not longer function as an effective center. അപ്പോൾ ഡൽഹി ആയിരുന്നു ഇവരുടെ ഭരണ കേന്ദ്രം അല്ലേ. പിന്നീട് അങ്ങോട്ടുള്ളൊരു പോക്കിൽ ഡൽഹിക്ക് ഒരു എഫക്റ്റീവ് സെൻറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. By the second half of the 18th century, however, a new power was emerging on a political horizon, the British. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 18th സെഞ്ചുറിയുടെ പകുതി ആയപ്പോഴേക്കും പുതിയൊരു ഭരണ കേന്ദ്രം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഹൊറിസോൺ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു അത്. എങ്ങനെയാണ് വന്നത്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംസ് ഈസ്റ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റിലേക്ക് വരുന്നു 1600. In 1600, the East India Company acquired a charter from the ruler of England, Queen Elizabeth I. Granting it the sole right to trade with the East, this means that no other trading group in England could compete with the East India Company. അല്ലേ, 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ചാർട്ടർ അവിടുത്തെ റൂളർ, എവിടുത്തെ റൂളർ, ഇംഗ്ലണ്ടിലെ റൂളർ ആയിരുന്ന ക്യൂൻ എലിസബത്ത് I ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നു. ആ ചാർട്ടർ പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈസ്റ്റിൽ പോയി ട്രേഡ് നടത്താം. എങ്ങനെ ട്രേഡ് നടത്താം? സോൾ റൈറ്റ് ആണ്, അവർക്ക് മാത്രം ട്രേഡ് നടത്താം അല്ലേ. ദിസ് മീൻ ദാറ്റ് നോ അതർ ട്രേഡിംഗ് ഗ്രൂപ്പ് ഇൻ ഇംഗ്ലണ്ട് കുഡ് കോമ്പീറ്റ് വിത്ത് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മറ്റൊരു ഗ്രൂപ്പിനും, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിനും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് അവിടെ പോയി കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ പോയി? ഈസ്റ്റിൽ പോയി. വിത്ത് ദിസ് ചാർട്ടർ ദ കമ്പനി കുഡ് വെഞ്ചർ അക്രോസ് ദ ഓഷൻസ് ലുക്കിംഗ് ഫോർ എ ന്യൂ ലാൻഡ് ഫ്രം വിച്ച് ഇറ്റ് കുഡ് ബൈ ഗുഡ്സ് അറ്റ് ചീപ്പ് പ്രൈസ്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കിഴക്കോട്ട് യാത്ര തിരിച്ചു. എന്തായ ലക്ഷ്യം? വളരെ കുറഞ്ഞ പ്രൈസിൽ, ചീപ്പായിട്ടുള്ള പ്രൈസിൽ നല്ല ചരക്ക് കിട്ടുക.
and carry them back to Europe to sell at a higher price. പറയണ്ടല്ലോ. The company did not have to fear competition from other English trading companies. അപ്പം പ്രത്യേകിച്ച് കമ്പനിക്ക് വേറെ ഇംഗ്ലീഷ് ട്രേഡിംഗ് കമ്പനീസിനെ ഒന്നും പേടിക്കേണ്ട. കാരണം ക്യൂന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മാത്രം മതി അല്ലേ, നിങ്ങൾ മാത്രമേ ഉള്ളൂ മത്സരിക്കാൻ, ഇവിടുന്ന് വേറെ ഒരു കമ്പനിക്കും അധികാരമില്ല. അങ്ങനെ മെർക്കൻഡൈൽ ട്രേഡിംഗ് കമ്പനീസ് in those days made profit primarily by excluding competition so that they could buy cheap and sell dear. എന്താ മെർക്കൻഡൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്? A business enterprise that make profit primarily through trade, buying goods cheap and selling them at a higher price. ഈ മെർക്കൻഡൈലിൻ്റെ അർത്ഥം ഒരു ബിസിനസ് എൻ്റർപ്രൈസ്, പുതിയൊരു ബിസിനസ് എൻ്റർപ്രൈസ് തുടങ്ങുന്നു. ദാറ്റ് മേക്ക് പ്രോഫിറ്റ് പ്രൈമർലി ത്രൂ ട്രേഡ്. ട്രേഡിൽ നിന്നും ആദ്യം ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കും, എന്നിട്ട് സാധനം വാങ്ങിക്കും. ചീപ്പ് പ്രൈസിന് സാധനം വാങ്ങിച്ചിട്ട് വിൽക്കുന്നത് വളരെ കൂടിയ പ്രൈസിനായിരിക്കും. അതിനാണ് ഈ മെർക്കൻഡൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The Royal Charter, however, could not prevent other European powers from entering the eastern market. By the time the first English ships sailed down the west coast of Africa around the Cape of Good Hope and crossed the Indian Ocean, the Portuguese had already established their presence in the western coast of India, had their base in Goa. In fact, it was Vasco da Gama, a Portuguese explorer, who had discovered this sea route to India in 1498. By the early 17th century, the Dutch too were exploring the possibility of trade in the Indian Ocean. Soon the French traders arrived on the scene. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ റോയൽ ചാർട്ട് പ്രകാരം യൂറോപ്യൻ പവേഴ്സിനെ ഒന്നും പേടിക്കാതെ അവർ ഈസ്റ്റേൺ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവർ ഫസ്റ്റ് ടൈമിൽ ഇംഗ്ലീഷ് ഷിപ്പ് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരം കടന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അറിയാലോ. നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ എന്താണ്, മുനമ്പ് അല്ലേ, പ്രതീക്ഷാ മുനമ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് മലയാളം അറിയില്ല. അപ്പോൾ അത് കടക്കുന്നു ആൻഡ് ക്രോസ് ദ ഇന്ത്യൻ ഓഷൻ ആദ്യമായിട്ട് ക്രോസ് ചെയ്ത് എത്തുന്നു. ആര്? ഇംഗ്ലീഷുകാർ. അപ്പോൾ നമുക്കറിയാം പോർച്ചുഗീസുകാർ അല്ലേ, 1498 ഓൾറെഡി പോർച്ചുഗീസുകാരനായ നമ്മുടെ വാസ്കോ ഡ ഗാമ കോഴിക്കോട് കപ്പൽ ഇറങ്ങിയിട്ടുണ്ട്, അതായത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതുപോലെ അവർ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു 1600 ആയപ്പോഴത്തേക്കും ഏകദേശം അവർ ഗോവയൊക്കെ ബേസ് ചെയ്ത് അവരുടെ പവർ നന്നായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്താണ് ഇവരുടെ വരവ് അല്ലേ. ബൈ ദ ഏർലി 17th century the Dutch too were exploring. നമുക്കറിയാം ബ്രിട്ടീഷുകാർ വന്നു, ദെൻ ഡച്ചുകാർ വന്നു, ശേഷം ആര് വരുന്നു? ഫ്രഞ്ച് ട്രേഡേഴ്സ് സീനിലേക്ക് വരുന്നു. എളുപ്പമല്ലേ? The problem was that all the companies were interested in buying the same thing. The fine quality of cotton silk produced in India had a big market in Europe. Pepper, cloves, cardamom and cinnamon too were in great demand. Competition amongst the European companies inevitably pushed up the prices at which these could be purchased. അപ്പോൾ എല്ലാവർക്കും ആവശ്യം ഫൈൻ ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ, സിൽക്ക്, അതുപോലെ ഈ സാധനങ്ങൾക്കൊക്കെ യൂറോപ്യൻ മാർക്കറ്റിൽ ഭയങ്കര പിടിപാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു പറയുക, പെപ്പറും ക്ലോവ്സും കാർഡമം സിനമോണും എല്ലാം അവിടെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പ്രൈസിൻ്റെ കാര്യത്തിലും. അല്ലെങ്കിൽ ഈ യൂറോപ്യൻ കമ്പനി പ്രൈസ് കൂട്ടിക്കൊണ്ടേയിരിക്കുക കിട്ടുന്ന സാധനത്തിനെല്ലാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റെഡ്യൂസ് ദ പ്രോഫിറ്റ് ദാറ്റ് കുഡ് ബി ഏൺഡ്. അതായത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ദ കോമ്പറ്റീഷൻ among the European companies inevitably pushed up the prices at which these could be purchased, and this reduced the profit that could be earned. The only way by the trading companies could flourish was by eliminating rival competitors. The urge to secure market therefore lead to fierce battle between the trading companies. അപ്പോൾ എല്ലാവരും ഇതേ സാധനങ്ങൾ തന്നെ അവിടെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പോൾ ഒരുപാട് സാധനങ്ങളാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വില അതിനനുസരിച്ച് കൂടുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് പ്രോഫിറ്റ്, എല്ലാവരും പല വിലയ്ക്ക് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ഓരോരുത്തരുടെയും കുറഞ്ഞിരിക്കും അല്ലേ. സാധനങ്ങൾ ഒരുപാടുണ്ടാകുമ്പോൾ പ്രോഫിറ്റ് കുറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ കോമ്പറ്റീറ്റേഴ്സിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യണം. കൂടെ നിൽക്കുന്നവരെ എല്ലാം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾ മാത്രം ആവുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഒരാൾക്ക് എടുക്കാം. The urge to secure the market therefore lead to fierce battle between the trading companies. അതാണ് പിന്നീട് ഇവരെ തമ്മിൽ തല്ലാനായിട്ട് കാരണമാക്കുന്നത്. Through the 17th and 18th century, they regularly sank each other's ship, blockaded routes and prevented rival ship from moving with the supplies of good. ഏകദേശം ഒരു 18th century ഒക്കെ ആയപ്പോഴത്തേക്കും 17th 18th century ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ മുക്കാനും അവരുടെ റൂട്ട് തടസ്സപ്പെടുത്താനും അതുപോലെ കത്തിക്കാനും ഒക്കെ തുടങ്ങി അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ കത്തിക്കാനൊക്കെ തുടങ്ങി. ട്രേഡ് വാസ് ക്യാരിഡ് ഓൺ വിച്ച് ആംസ് ആൻഡ് ട്രേഡ് പോസ്റ്റ് വെയർ പ്രൊട്ടക്റ്റഡ് ത്രൂ ഫോർട്ടിഫിക്കേഷൻ.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് തുറമുഖം കെട്ടുന്ന പരിപാടിയിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ പഠിക്കത്തില്ലേ, ആദ്യമായി തുറമുഖം കെട്ടിയത് ആരാണ്, അവിടെ സൂററ്റിൽ ഫോർട്ടിഫിക്കേഷൻ നടത്തിയത് ആരാണെന്നൊക്കെ പഠിക്കത്തില്ലേ. അപ്പോൾ ഇതാണ് പതുക്കെ പതുക്കെ ഫോർട്ടിഫിക്കേഷനിലൊക്കെ പോകുന്നത്. ദിസ് എഫേർട്ട് ടു ഫോർട്ടിഫൈ ദ സെറ്റിൽമെന്റ് ആൻഡ് ക്യാരി ഓൺ പ്രോഫിറ്റബിൾ ട്രേഡ് ഓൾസോ ലീഡ് ടു ഇന്റൻസ് കോൺഫ്ലിക്ട് വിത്ത് ലോക്കൽ റൂളേഴ്സ്. അപ്പോൾ ഈ ഫോർട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ഇവിടെയൊക്കെ ലോക്കൽ റൂളേഴ്സ് ഉണ്ടല്ലോ ഇന്ത്യയിൽ, അവരുമായിട്ട് പതുക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ തുടങ്ങി. ദ കമ്പനി therefore found it difficult to separate the trade from politics. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിഗിൻസ് ട്രേഡ് ഇൻ ബംഗാൾ. നമുക്കറിയാം അല്ലേ, ബംഗാൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടിട്ട് അതിന് മുമ്പ് തൊട്ടേ എല്ലാവർക്കും പിടിച്ചു പറിക്കുന്ന ഒരു ഏരിയയാണ് ഈ ബംഗാൾ എന്ന് പറയുന്ന ഏരിയ ആണല്ലോ. അങ്ങനെ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ ട്രേഡ് തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്, ബംഗാളിലാണ് അല്ലേ ട്രേഡ് കച്ചവടം തുടങ്ങുന്നത്. The first English factory was set up on the bank of river Hooghly in 1651. 1600 ഇവരെത്തി. 1651 എവിടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നു ഇംഗ്ലീഷുകാർ, ഹൂഗ്ലിയുടെ തീരത്ത്, ബാങ്ക് ഓഫ് റിവർ ഹൂഗ്ലിയുടെ തീരത്ത് 1651 ഇവരൊരു ഫാക്ടറി സ്ഥാപിച്ചു. This was the base from which the company traders, known at the time as factors, operated. അപ്പം ആ സമയത്ത്, അതായത് ഇതായിരുന്നു ഈ കമ്പനിയുടെ ബേസ്. ആദ്യമായി ഫാക്ടറി 1651 സ്ഥാപിച്ചത്. The factory had its warehouse where goods for export were stored and it had officers where company officials sat. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഇവിടെ ഈ ഫാക്ടറിക്കൊക്കെ എന്തുണ്ട്, വെയർ ഹൗസ് ഉണ്ട് അല്ലേ, ഈ ചരക്കുമൊക്കെ സൂക്ഷിക്കാൻ. അവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ വരുന്നത്. അതുപോലെ ഈ കമ്പനിയുടെ ഒഫീഷ്യൽസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഈ ഒരു സ്ഥലത്തായിരുന്നു. As trade expand, the company persuaded merchants and traders to come and settle near the factory. അപ്പോൾ ഈ ഒരു ട്രേഡിങ് അങ്ങോട്ട് വളരാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്ത് വേണം, മെർച്ചൻസും ട്രേഡേഴ്സും ഒക്കെ വന്ന് നിൽക്കാനൊക്കെ ഒരു സ്ഥലം വേണം. എവിടെ, ഫാക്ടറിക്ക് തൊട്ടടുത്ത് താമസിക്കണ്ടേ. ബൈ 1696 ഇറ്റ് ബിഗാൻ ബിൽഡിംഗ് എ ഫോർട്ട് അറൗണ്ട് ദ സെറ്റിൽമെന്റ്. അപ്പോൾ ഇവർക്ക് താമസിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ 1651 ഫാക്ടറി സ്ഥാപിച്ചു. 1696 ആയപ്പോഴേക്കും ഫോർട്ട് പണിയാൻ തുടങ്ങി, തുറമുഖമൊക്കെ. 2 years later, it bribed Mughal officials into giving the company zamindari rights over 3 villages. അതായത് 3 വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചു, മുഗൾ ഒഫീഷ്യൽസ് എന്ത് കൊടുക്കുന്നു, കമ്പനിക്ക് സമീന്ദാരി റൈറ്റ് കൊടുത്തു 3 വില്ലേജിൽ. വൺ ഓഫ് ദീസ് വാസ് കൽക്കട്ട ഇല്ല നമ്മുടെ കൽക്കട്ട, വിച്ച് ലേറ്റർ ഗ്രൂ ഇൻ ടു ദ സിറ്റി ഓഫ് കൽക്കട്ട ഓർ കൊൽക്കട്ട ആസ് ഇറ്റ് ഈസ് നോൺ ടുഡേ. It is persuaded the Mughal Emperor Aurangzeb to issue a farman granting the company the right to trade duty free. അപ്പോൾ ഇവരുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള വളർച്ച, ട്രേഡിങ് കൂടിയപ്പോൾ ഒരുപാട് ഒഫീഷ്യൽസ് ഒക്കെ വന്ന് താമസിക്കാൻ തുടങ്ങി. അതിനടുത്ത് ഫാക്ടറിക്ക് അടുത്ത് എന്ത് വേണം, കോട്ടയൊക്കെ കെട്ടാനായിട്ട് തുടങ്ങി പതുക്കെ. അതിനുശേഷം സമീന്ദാരി റൈറ്റ് ആരുടെ കയ്യിൽ നിന്നും, ഔറംഗസേബിൻ്റെ കയ്യിൽ നിന്നൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. അങ്ങനെ അവരുടെ 3 വില്ലേജിലാണ് ബംഗാളിൽ ആദ്യം കിട്ടുന്നത്. അതിനകത്ത് ഒന്നായിരുന്നു കൽക്കട്ട. അത് പിന്നീട് വളരുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഔറംഗസേബ് ഫാർമാൻ, എന്താ ഫാർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയൽ എഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഓർഡർ കൊടുക്കത്തില്ലേ. ഈ നമ്മൾ പണ്ടത്തെ പുരാണ സീരിയലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ തുറന്നിങ്ങനെ വായിച്ചു നോക്കുന്നത്, രാജാവിൻ്റെ കത്ത് പോലത്തെ സാധനം, ഒരു ഓർഡർ, അല്ലെങ്കിൽ രാജാവ് പുറപ്പെടുവിക്കുന്ന ഓർഡർ എന്നൊക്കെ പറയത്തില്ല, അതാണ് ഈ ഫാർമാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഔറംഗസേബ് ഇവർക്ക് ഒരു ഫാർമാൻ കൊടുക്കുന്നു, ഒരു ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നു. എന്താണ്, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാം ആർക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. The company tried continuously to press for more concessions and manipulate existing privileges. അപ്പോൾ ഇവർക്ക് ഇതുകൊണ്ടൊന്നും പോരാ അല്ലേ, ഡ്യൂട്ടി ഫ്രീ ആക്കി കൊടുത്തിട്ട് ഒരു പ്രശ്നവും തീരുന്നില്ല. ഇവർക്ക് കൂടുതൽ കൺസെഷൻസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് എക്സിസ്റ്റിംഗ് പ്രിവിലേജസിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയതായിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഔറംഗസേബ് ഫാർമാൻ ഫോർ ഇൻസ്റ്റൻസ് ഹാഡ് ഗ്രാൻഡഡ് ഓൺലി ദ കമ്പനി ദ റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ. അതായത് ആകെ ഫാർമാൻ അത് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്താം. ബട്ട് ഒഫീഷ്യൽസ് ഓഫ് ദ കമ്പനി ഹു വെയർ ക്യാരിങ് ഓൺ ദ പ്രൈവറ്റ് ട്രേഡ് ഓൺ ദ സൈഡ് വെയർ എക്സ്പെക്റ്റഡ് ടു പേ ഡ്യൂട്ടി. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമ്പനി ഒഫീഷ്യൽസ് എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൈവറ്റ് ട്രേഡും കൂടെ സൈഡിൽ കൂടെ കൊണ്ടുപോയി. പക്ഷെ അതിന് ഈ കമ്പനിക്ക് മാത്രമേ ഡ്യൂട്ടി ഫ്രീ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞ പ്രൈവറ്റ് ട്രേഡിനൊക്കെ ഡ്യൂട്ടി കൊടുത്തേ വെക്കൂ. അവരും എന്ത് ചെയ്തില്ല, ഡ്യൂട്ടി കൊടുക്കാൻ മുതിർന്നില്ല. ദിസ് ദേ റെഫ്യൂസ് ടു പേ, കോസിങ് ആൻ എനോമറസ് ലോസ് ഓഫ് റവന്യൂ ഫോർ ബംഗാൾ. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റവന്യൂവിലാണ് കുറവ് വരുന്നത് അല്ലേ. ഈ ഡ്യൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് അത് റവന്യൂവിലേക്ക് പോകും. അപ്പം ഇങ്ങനെയൊക്കെ പ്രൈവറ്റ് ട്രേഡ് ഒക്കെ നടത്തുന്നതിനൊക്കെ ഇവർ ഡ്യൂട്ടി കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് റവന്യൂവിനെ ബാധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ബംഗാളിൻ്റെ റവന്യൂവിൽ വൻ നഷ്ടമുണ്ടായി.
ആ സമയത്ത് നവാബ് ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ മുർഷിദ് ഖുലി ഖാൻ ആയിരുന്നു. ആരായിരുന്നു? മുർഷിദ് ഖുലി ഖാൻ ആണ് ഈ സമയത്തെ നവാബ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ട്രേഡ് പതുക്കെ യുദ്ധത്തിലേക്ക് പോകുന്നതെന്ന് പറയാം. ത്രൂ ദ ഏർലി 18th century the conflict between the company and the Nawab of Bengal intensified. ഇപ്പം എങ്ങനെയാണ് ബംഗാളിൽ പ്രശ്നം ഉണ്ടായെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും 18th centuryയുടെ തുടക്കമൊക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ കമ്പനിയും ഈ ബംഗാളിലെ നവാബും തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ പതുക്കെ കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങാൻ തുടങ്ങി. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഔറംഗസേബ് ദ ബംഗാൾ നവാബ് asserted their power and autonomy as the other regional power were doing at that time. Murshid Quli Khan was followed by Ali Worthi Khan and then Siraj-ud-Dawla as the Nawab of Bengal. നമ്മൾ പ്ലാസി യുദ്ധത്തിലേക്കാണ് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പം NCERT പോയിന്റ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇതൊരു കഥ പോലെ നമ്മളങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ ബംഗാളിൽ പ്രശ്നമായി. പതുക്കെ ഈ സമയത്താണ് ഔറംഗസേബ് 1707 മരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു നവാബുകളും അല്ലെങ്കിൽ സമീന്ദാസും എല്ലാം അവരുടെ പവർ അല്ലെങ്കിൽ അവരുടെ ഓട്ടോണോമി വർദ്ധിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബംഗാളിലെ നവാബും പവറും ഓട്ടോണോമിയൊക്കെ വർദ്ധിപ്പിച്ചു. അതേസമയം തന്നെ റീജിയണൽ പവേഴ്സും എല്ലാം ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. മുർഷിദ് ഖുലി ഖാൻ ഉണ്ട്, അതായത് നമ്മുടെ മുർഷിദ് ഖുലി ഖാൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ. അദ്ദേഹത്തിന് ശേഷം വന്നത് അലിവർദ്ധി ഖാനാണ്. അലിവർദ്ധി ഖാൻ ആരായിരുന്നു? ബംഗാളിലെ നവാബാണ്. അതിനുശേഷം വന്ന ആളായിരുന്നു സിറാജുദ്ദൗള, ബംഗാളിലെ നവാബായിട്ട്. ഈച്ച് വൺ ഓഫ് ദം വാസ് സ്ട്രോങ്ങർ റൂളർ. ഇവരെല്ലാം തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു. ദ റെഫ്യൂസ് ടു ഗ്രാൻഡ് ദ കമ്പനി കൺസെഷൻ, ഡിമാൻഡഡ് ലാർജ് ട്രിബ്യൂട്ട് ഫോർ ദ കമ്പനി റൈറ്റ് ടു ട്രേഡ്, ഡിനൈൻ ഇറ്റ് എനി റൈറ്റ് ടു മിൻ കോയിൻസ് ആൻഡ് സ്റ്റോപ്ഡ് ഇറ്റ് ഫ്രം എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോയിൻസ് ഒക്കെ മിന്ന് ചെയ്യാനുള്ള ഒരു ഇതുപോലും ആർക്ക് കൊടുത്തിട്ട് ഈ മുഗൾ ഭരണാധികാരിയുടെ കയ്യിൽ നിന്നും ഇവരെഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നിർത്തലാക്കണമെന്നും ഈ ഫോർട്ടിഫിക്കേഷൻ, അതായത് ഇപ്പോഴും ഇവർ കോട്ട കെട്ടി തിരിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നിർത്തണമെന്നും അതുപോലെ ഇപ്പോൾ തന്നിരിക്കുന്ന കൺസെഷൻസ് എല്ലാം പിൻവലിക്കുമെന്നും എല്ലാം ബംഗാളിലെ നവാബ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അക്യൂസിങ് ദ കമ്പനി ടു ഡെസീറ്റ്, they claimed that the company was depriving the Bengal government of huge amount of revenue and undermining the authority of Nawab. It was refusing to pay taxes, writing disrespectful letters and trying to humiliate the Nawab and his officials. അപ്പോൾ കമ്പനി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയും നാൾ നമ്മൾ അനുസരിച്ചുകൊണ്ടിരുന്നു. ഈ ഇവരുടെ കയ്യിൽ നിന്നെല്ലാം പിടിച്ചെടുക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനി നേരെ തിരിഞ്ഞു. ഇവർക്കെതിരെ എന്താണ് ഇനി തൊട്ട് ടാക്സേ കൊടുക്കുന്നില്ലെന്നായി. അതുപോലെ ഡിസ്റെസ്പെക്റ്റ്, ഒരു ബഹുമാനവും ഇല്ലാത്ത ലെറ്റേഴ്സ് തിരിച്ചയക്കാൻ തുടങ്ങി. അതുപോലെ മാക്സിമം നവാബിനെയും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽസിനെ എല്ലാം മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. ദ കമ്പനി ഓൺ ഇറ്റ്സ് പാർട്ട് ഡിക്ലെയർഡ് ദാറ്റ് ദ അൺജസ്റ്റ് ഡിമാൻഡ് ഓഫ് ദി ലോക്കൽ ഒഫീഷ്യൽസ് വെർ റൂയിനിങ് ദ ട്രേഡ് ഓഫ് ദ കമ്പനി ആൻഡ് ട്രേഡ് കുഡ് ഫ്ലറിഷ് ഓൺലി ഇഫ് ദ ഡ്യൂട്ടീസ് വെർ റിമൂവ്ഡ്. It was also convinced that to expand trade it had to enlarge its settlement, buy up villages and rebuild its forts. അപ്പോൾ എന്താ ചെയ്ത? കമ്പനി ഓൺ ഇറ്റ്സ് പാർട്ട് ഡിക്ലെയർഡ് ദാറ്റ് ദ അൺജസ്റ്റ് ഡിമാൻഡ് ഓഫ് ദി ലോക്കൽ ഒഫീഷ്യൽസ് വെർ റൂയിനിങ് ദ ട്രേഡ് ഓഫ് ദ കമ്പനി, ട്രേഡ് കുഡ് ഫ്ലറിഷ് ഓൺലി ഇഫ് ദ ഡ്യൂട്ടീസ് വെർ റിമൂവ്ഡ്. അതായത് ഈ ഒരു ഡ്യൂട്ടി ഇപ്പം ഇവരുടെ മണ്ടയ്ക്ക് ഡ്യൂട്ടിയൊക്കെ അടിച്ചേൽപ്പിച്ചു കേട്ടോ, സിറാജുദ്ദൗളയുടെ കാലത്ത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങളുടെ ട്രേഡിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതെല്ലാം എടുത്ത് മാറ്റണം. എന്താണ്? ഇറ്റ് വാസ് ഓൾസോ കൺവിൻസ് ദാറ്റ് ടു എക്സ്പാൻഡ് ട്രേഡ് ഇറ്റ് ഹാഡ് ടു എൻലാർജ് ഇറ്റ് സെറ്റിൽമെന്റ് ബൈ അപ്പ് വില്ലേജസ്. അപ്പം ഞങ്ങൾക്ക് ട്രേഡ് വളർത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വില്ലേജുകൾ പണിയണം, അതുകൊണ്ട് ഫോർട്ട്സ് ഒക്കെ ഒന്നുകൂടെ റീബിൽഡ് ചെയ്യണം, അതൊക്കെ സമ്മതിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ദ കോൺഫ്ലിക്റ്റ് ഡ്യൂ ടു കൺഫ്രണ്ടേഷൻ ആൻഡ് ഫൈനലി കൾമിനേറ്റഡ് ഇൻ ദ ഫേമസ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് ലാസ്റ്റ് 1757 നടന്ന പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാവരും പറയാറുണ്ട് ബ്രിട്ടീഷുകാരുടെ അടിത്തറയിട്ട യുദ്ധമാണ് അല്ലേ, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പം അതിലേക്ക് വരുന്ന സാഹചര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇതിനകത്ത് ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ. ഇനി ബാറ്റിൽ ഓഫ് പ്ലാസി പറയാം. ദ ബാറ്റിൽ ഓഫ് പ്ലാസി വെൻ അലിവർദ്ധി ഖാൻ ഡൈഡ് ഇൻ 1756. അപ്പോൾ അലിവർദ്ധി ഖാൻ മരിക്കുന്നു. സിറാജുദ്ദൗളയാണ് നവാബായിട്ട് വരുന്നത്. ദ കമ്പനി വാസ് വറീഡ് അബൌട്ട് ഹിസ് പവർ ആൻഡ് കീൻ ഓൺ പപ്പറ്റ് റൂളർ ഹു വിഡ് വില്ലിംഗ്ലി ഗിവ് ട്രേഡ് കൺസെഷൻ ആൻഡ് അതർ പ്രിവിലേജസ്. എന്താ പപ്പറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോയ് പോലെ അല്ലേ, പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടോയ് ആണ് ഈ പപ്പറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലിവർദ്ധി ഖാൻ 1256 മരിച്ചു. സിറാജുദ്ദൗള അടുത്ത ആളായിട്ട് കയറി. അപ്പോൾ കമ്പനിക്ക് എന്താണ് പേടിയുണ്ട്, എന്താണ് ഇതുവരെ പപ്പറ്റായിട്ട് കളിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. So it tried through without success. The help of one of Sirajuddaula's rival became the Nawab. An infuriated Sirajuddaula asked the company to stop meddling in the political affairs of his dominion.
അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ സിറാജുദ്ദൗള കയറിയതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ചെറിയ ഏജിലാണ് കയറിയത്. ഇദ്ദേഹത്തിന് ആ ഒരു കൂട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള ബന്ധുക്കൾ തന്നെ ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന സൈന്യാധിപനൊക്കെ തന്നെ ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ സ്വാധീനിച്ചിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നത്തിനകത്ത് കയറി ഇടപെടാൻ പോയപ്പം സിറാജുദ്ദൗള പറഞ്ഞത് എന്താണ്? സ്റ്റോപ്പ് മെഡ്ലിംഗ് ഇൻ ദി പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് ഹിസ് ഡൊമിനിയൻ. അങ്ങനെ പറയുന്നു. സ്റ്റോപ്പ് ഫോർട്ടിഫിക്കേഷൻ, നിങ്ങൾ ഇനിയും കോട്ടകെട്ടലൊക്കെ നിർത്തുക, ആൻഡ് പേ ദ റവന്യൂസ്. അങ്ങനെ നെഗോഷിയേഷനൊക്കെ ഫെയിൽ ആവുന്ന സമയത്ത് ഏകദേശം 30,000 സോൾജേഴ്സോട് കൂടിയിട്ട് നവാബ് സിറാജുദ്ദൗള ഇംഗ്ലീഷ് ഫാക്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. കാസിം ബസാറിലേക്കാണ്. ക്യാപ്ചേർഡ് ദ കമ്പനി ഓഫീഷ്യൽസ്, ലോക്ക് ദ വെയർ ഹൗസ്, disarmed all Englishmen and blockaded English ship. Then he marched to Calcutta to establish control over the company's fort there. അപ്പോൾ സിറാജുദ്ദൗള എന്താ ചെയ്തത്? ഏകദേശം 30,000 പട്ടാളക്കാരൊക്കെ ആയിട്ട് കാസിം ബസാറിലെ ഇംഗ്ലീഷുകാരുടെ ഫാക്ടറി പോയി ഇംഗ്ലീഷുകാരെ എല്ലാം കസ്റ്റഡിയിലെടുത്ത് അവരുടെ വെയർഹൗസ് എല്ലാം ലോക്ക് ചെയ്ത് ഇംഗ്ലീഷ്മാൻമാരെ എല്ലാം കുറേ എണ്ണത്തിനെ എല്ലാം ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഇംഗ്ലീഷ് കപ്പലൊക്കെ കത്തിച്ചു. അങ്ങനെ കൽക്കട്ടയിലേക്ക് തിരിച്ച് മാർച്ച് ചെയ്ത് കമ്പനിയുടെ ഫോർട്ട് കൺട്രോളിലായി എന്ന് പ്രഖ്യാപിച്ചു. ഓൺ ഹിയറിംഗ് ദ ന്യൂസ് ഓഫ് ഫോൾ ഓഫ് കൽക്കട്ട, കമ്പനി ഓഫീഷ്യൽസ് ഇൻ മദ്രാസ് ആൻഡ് ഫോഴ്സ് അണ്ടർ ദ കമാൻഡ് ഓഫ് റോബർട്ട് ക്ലൈവ്. ഇത് അറിഞ്ഞപ്പം മദ്രാസിൽ നിന്നും കമ്പനി ഓഫീഷ്യൽസ് ആരുടെ കമാൻഡിന്റെ അണ്ടറിൽ? റോബർട്ട് ക്ലൈവിനെ അയക്കുന്നു. മദ്രാസിൽ നിന്ന് അയക്കുന്നു. റീഇൻഫോഴ്സ്ഡ് ബൈ നേവൽ ഫ്ലീറ്റ്സ്, പ്രൊലോങ്ഡ് നെഗോഷിയേഷൻ വിത്ത് ദ നവാബ് ഫോളോ. Finally, in 1757, Robert Clive led the company's army against Sirajuddaulah at Plassey. One of the main reason for the defeat of Nawab was that the force led by Mir Jafar, one of the Sirajuddaulah commanders, never fought the battle. Clive had managed to secure his support by promising to make him Nawab after crushing Sirajuddaulah. ഇതാണ് നമ്മൾ എപ്പോഴും പറയാനുള്ള പോയിന്റ്. 1787 റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ സിറാജുദ്ദൗളയെ ആക്രമിക്കാനായിട്ട് പ്ലാസിയിലേക്ക് തിരിക്കുന്നു. അങ്ങനെ പ്ലാസി യുദ്ധം നടക്കുന്നു. പ്രധാനമായിട്ടും നവാബ് തോൽക്കാൻ കാരണം, സിറാജുദ്ദൗള തോൽക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ലീഡ് ചെയ്യുന്നത്, സൈന്യാധിപൻ മിർ ജാഫർ എന്നായിരുന്നു പേര്. ഈ മിർ ജാഫറിനെ റോബർട്ട് ക്ലൈവും സംഘവും വിലക്കെടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത നവാബാക്കാം. The Battle of Plassey became famous because it was the first major victory of the company won in India. എപ്പോഴും നമ്മൾ പഠിക്കാറുള്ളതാണ്. ഒന്നുകിൽ യുദ്ധം ചെയ്യാതെ തന്നെ ജയിച്ച യുദ്ധം, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അടിത്തറയിട്ട യുദ്ധം എന്നും നമ്മൾ പ്ലാസിയെ പറയാറുണ്ട്. After the defeating at Plassey, Sirajuddaulah was assassinated and Mir Jafar made the Nawab. അങ്ങനെ സിറാജുദ്ദൗളയെ തൂക്കിലേറ്റുന്നു. മിർ ജാഫറിനെ ആരാക്കി? നെക്സ്റ്റ് നവാബാക്കി. The company was still unwilling to take over the responsibility of administration. Its prime objective was the expansion of trade. If this could be done without conquest, through the help of local rulers who were willing to grant privileges, then territories need not be taken over directly. അങ്ങനെ ഇവർ അഡ്മിനിസ്ട്രേഷനകത്ത് ഇപ്പോഴും റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്ത് സ്വന്തമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ പ്രധാന ഉദ്ദേശം ട്രേഡൊക്കെ എക്സ്പാൻഡ് ചെയ്യുക, അല്ലേ? മാക്സിമം ലോക്കൽ റൂളേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് നിർത്തി പ്രിവിലേജസ് ഒക്കെ കൂട്ടുക. അങ്ങനെ മൊത്തത്തിൽ ടെറിട്ടറി ഏറ്റെടുക്കുക. Soon the company discovered that this was rather difficult, for even the puppet Nawab were not always as helpful as the company wanted them to be. After all, they had to maintain a basic appearance of dignity and sovereignty if they wanted respect from the. അപ്പോൾ എത്ര നാൾ നമുക്കിങ്ങനെ പപ്പറ്റായിട്ട് ഒരുത്തന്നെ നിർത്താൻ പറ്റും, അല്ലേ? എപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആയി ഒന്നും വരത്തില്ല. What could the company do? When Mir Jafar protested, the company deposed him and installed Mir Qasim in his place. അപ്പോൾ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മിർ ജാഫർ അങ്ങ് തിരിഞ്ഞു. ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദേഷ്യം വരുന്നത് പോലെ തന്നെ മിർ ജാഫറും പതുക്കെ തിരിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും മിർ ജാഫറിന് പകരം കമ്പനി അടുത്ത ആളെ കൊണ്ടുവന്നു, മിർ ഖാസിം. When Mir Qasim complied, he is turned with us defeated in the battle fought at Bexar. അതിനുശേഷം ഈ മിർ ഖാസിമും കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഹീസ് ഇൻ ടേൺ വാസ് ഡിഫീറ്റഡ്. വെൻ മിർ ഖാസിം കംപ്ലൈൻറ്റ് ഹീസ് ഇൻ ടേൺ വാസ് ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഫോർട്ട് അറ്റ് ബക്സാർ. ബക്സാർ യുദ്ധം 1764 നടക്കുന്നു, അല്ലേ? ഡ്രിവൺ ഔട്ട് ഓഫ് ബംഗാൾ ആൻഡ് മിർ ജാഫർ വാസ് റീഇൻസ്റ്റാൾഡ്. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, സംശയമുള്ളവർക്ക് വേണ്ടി. മിർ ജാഫറിനെ സിറാജുദ്ദൗളയുടെ കൂട്ടത്തിൽ പ്ലാസി യുദ്ധം നടത്തി ജയിച്ചതിന് ശേഷം മിർ ജാഫറിനെ ആരാക്കി? നവാബാക്കി. അങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ മിർ ജാഫർ തിരിഞ്ഞു. ആ സമയത്ത് മിർ ജാഫറിന് പകരം മിർ ഖാസിമിനെ ഇരുത്തി. മിർ ഖാസിം പതുക്കെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കും അവർ ബക്സാർ യുദ്ധത്തിലൂടെ 1764 ആരൊക്കെ തമ്മിൽ? മിർ ഖാസിമും
ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധമുണ്ടാവുകയും മിർ ഖാസിമിനെ തോൽപ്പിച്ച് ഓടിച്ചു വിട്ടിട്ട് പഴയ മിർ ജാഫറിനെ റീഇൻസ്റ്റാൾ ചെയ്തു. The Nawab had to pay എത്ര നോക്കി 50,000 every month, but the company wanted more money to finance its war and meet the demand for trade and its other expenses. It wanted more territories and more revenue. By the time Mir Jafar died in 1765, the mood of the company had changed. Having failed to work with the puppet Nawab, Clive declared, "We must indeed become Nawab ourselves." അങ്ങനെ 1764 ഇദ്ദേഹത്തെ റീഇൻസ്റ്റാൾ ചെയ്തില്ലേ മിർ ജാഫറിനെ. 1765 ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും നാൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്ന കാശ് 50,000 രൂപ വീതം ഇങ്ങോട്ട് കൊടുക്കണം. ആർക്ക്? കമ്പനിക്ക് കൊടുക്കണം അല്ലേ? അവർക്ക് എക്സ്പെൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം റോബർട്ട് ക്ലൈവ് പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് നവാബിൻ്റെയും പപ്പറ്റിൻ്റെയും ഒന്നും ആവശ്യമില്ല, നമുക്ക് എന്ത് വേണം? നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് നവാബായി കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ 1765 മുഗൾ എംപറർ അപ്പോയിന്റഡ് ദ കമ്പനി ആസ് ദിവാൻ ഓഫ് ദി പ്രൊവിൻസസ് ഓഫ് ദി ബംഗാൾ. മുഗൾ എംപററിനെ 1765 the Mughal emperor appointed the company as Diwan of the province. മുഗൾ എംപറർ ആരെ അപ്പോയിന്റ് ചെയ്യുന്നു? കമ്പനിയെ as Diwan of province of the Bengal ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. Diwani allowed the company to use the vast revenue resource of Bengal. ദിവാൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? വാസ്റ്റ് റവന്യൂ ഒക്കെ ഇപ്പോൾ ഇവരുടെ കയ്യിലായി. This solved a major problem that the company had earlier faced. From the early 18th century, its trade with India had expanded. It had to buy most of the goods in India with gold and silver imported from Britain. This was because at that time Britain had no good to sell in India. The outflow of gold from Britain slowed after the Battle of Plassey. They entirely stopped after the assumption of Diwani. Now revenue from India could finance company expenses. This revenue could be used to purchase the cotton and silk textiles in India, maintain company troops and meet the cost of ബിൽഡിംഗ് ആൻഡ് കമ്പനി ഫോർട്ട് ആൻഡ് ഓഫീസ് അറ്റ് കൽക്കട്ട. അപ്പോൾ ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, സ്വന്തമായിട്ട് റവന്യൂ കളക്ട് ചെയ്യുന്നു. ഈ റവന്യൂ മൊത്തം ഇവരുടെ ചിലവിനായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ ഇവിടെ അങ്ങ് നിർത്തുകയാണേ, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണോ വേണ്ടയോ എന്നെല്ലാം നിങ്ങൾ പറയുക. ഇപ്പം നമ്മളിപ്പോൾ NCERT ഒക്കെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു വട്ടമല്ലേ എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഓരോ ലൈൻ ബൈ ലൈനായിട്ട് പറഞ്ഞു പോകുന്നത്. ഈ മെത്തേഡ് ആണോ വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.